അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്നു. അതിന് അത്രയും വീഴ്ച വരുത്തിയ അത്രയും വീഴ്ച വരുത്തിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ഇതിന് സ്വാഗതം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എല്ലാവരെയും അത്രയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായിട്ട് അധ്യക്ഷിച്ചു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആദരണീയനായ പ്രിയപ്പെട്ട ഷൈജു, നമ്മുടെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് KPCCയുടെ ആദരണീയനായ ഉജ്ജ്വലയായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട തുളസി ടീച്ചർ, DCCയുടെ ജനറൽ സെക്രട്ടറിമാരെ പ്രിയപ്പെട്ട അഹമ്മദ് അഷ്റഫ് ഖാൻ, പ്രിയപ്പെട്ട അച്ചുവേട്ടൻ, പ്രിയപ്പെട്ട ചെറുട്ടിക്ക, DCC മെമ്പർ പ്രിയപ്പെട്ട ബാലുവേട്ടൻ, INDC നേതാവ് പ്രിയപ്പെട്ട മുരളിയേട്ടൻ, അതുപോലെ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റുമാര്, മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹികള്, പോഷക സംഘടനയുടെ ഭാരവാഹികള്, പ്രിയപ്പെട്ട UDFന്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശശിയേട്ടൻ അടക്കം ബഹുമാന്യരെ, ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമുക്കൊക്കെ അറിയാം, കേരളമൊട്ടാകെ ദൂർത്തിൽ മുങ്ങിക്കുളിച്ച് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്. ഏറ്റവും അവസാനം അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രിയപ്പെട്ട തുളസി ടീച്ചർ സംസാരിക്കും. ഏറ്റവും അവസാനം താലൂക്ക് ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രികളുടെ, അതുപോലെ തന്നെ പ്രീ പ്രൈമറി സെന്ററുകളുടെയൊക്കെ ഹെൽത്ത് സെന്ററുകളുടെയൊക്കെ വളരെ മോശമായ അവസ്ഥകള് കഴിഞ്ഞ 9 കൊല്ലമായി അതിൽ അടയിരിക്കുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ നിയന്ത്രിച്ചു നിർത്താനോ നിലക്ക് നിർത്താനോ കഴിയാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നമുക്ക് ഏറ്റവും അവസാനം ഇന്നലെ ഒരു പൊട്ടനായ ഒരു മന്ത്രി ചെറിയാനെന്നൊരു മന്ത്രി ഇന്നലെ വിളിച്ചു പറഞ്ഞു, നമ്മൾ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് ഡെങ്കി ബാധിച്ച സമയത്ത് ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റായി. ആ ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റായ സമയത്ത് എനിക്ക് തോന്നി, ഈ ആശുപത്രിയിൽ കിടന്നാൽ എന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാതാമൃതാന്നമ്മയുടെ ശീതളച്ചായയിലല്ലോ ആശുപത്രി കിടക്കമുറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ബോധ്യം വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മന്ത്രിയായതെന്ന് ഒരു നാണവും മാനവും ഉളിപ്പുമില്ലാതെ ഒരു കേരളം ഭരിക്കുന്ന മന്ത്രി പറയുമ്പോൾ ആ മന്ത്രിയൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഗതികേടിലാണ് ഇന്നത്തെ സാധാരണ ജനങ്ങള്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളാണ് ഇതുപോലുള്ള ആശുപത്രികൾ. ആ ആശുപത്രികളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, രോഗികൾ അവിടെ എത്തുമ്പോൾ മാന്യമായ ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ഒരു ശക്തിക്കും അതിനെ തടയാനോ അതിനെ ചോദ്യം ചെയ്യാനോ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ KPCC ആദരണീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട തുളസി ടീച്ചർ ആദരവ് ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ഈ പ്രതിഷേധ സമരത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അസീസ് അവർ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഷൈജു, അതുപോലെ തന്നെ DCCയുടെ ബഹുമാന്യരായിട്ടുള്ള ജനറൽ സെക്രട്ടറിമാർ ആദരണീയനായിട്ടുള്ള അച്ചുവേട്ടൻ, അതുപോലെ തന്നെ ശ്രീ അഷറഫ്, അതുപോലെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ മുരളിയേട്ടൻ ഉൾപ്പെടെ INDCയുടെ ഭാരവാഹികൾ, അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ, ഗിരീഷ് ഗുപ്ത ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, UDFന്റെ ചെയർമാൻ ശ്രീ ശശി കുമാർ, അതുപോലെ തന്നെ ഈ സമരപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ആരും വെറുതെ ഒരു സമര നാടകം കാണിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്ന് ഈ ഒരു താലൂക്ക് ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് എത്തിയ ആളുകളല്ല. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ മൂലം, ക്രമക്കേട് മൂലം, വകുപ്പിന്റെ നിസ്സംഗത മൂലം ഈ സംസ്ഥാനത്തെ ജനങ്ങളൊക്കെ തന്നെ ഒട്ടേറെ ദുരിതത്തിലാഴ്ന്നു പോയ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPMന്റെ അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ അവരുടെ യുവജന സംഘടനകളുണ്ട്, മഹിളാ സംഘടനകളുണ്ട്, മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട്, അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന NDA സംഘടനയുടെ കക്ഷികളൊക്കെ തന്നെയുണ്ട്. ആർക്കും ഇവിടെ പ്രായോഗികമായിട്ട് ഈ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും മികച്ച ചികിത്സ കിട്ടും എന്നുള്ള പ്രത്യാശയോടുകൂടി കടന്നു ചെല്ലുന്ന ഒരു ഇടമാണ്. അവിടേക്കാണ് നമ്മളെ പോലെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മ ദിവസക്കൂലി 300 രൂപയ്ക്ക് തന്റെ കുടുംബം പോറ്റാൻ കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു വീട്ടമ്മ അവരുടെ മകൾക്ക് നട്ടലിന് പരിക്ക് പറ്റിയത് ഭേദമാക്കുന്നതിന് വേണ്ടി അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ 4 ലക്ഷം രൂപയോളം ചെലവ് വരും എന്ന് അറിയിച്ചതിനെ തുടർന്ന് അത് കൊടുക്കാൻ അവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് മാത്രം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്നു.
അവിടെ കടന്നു ചെന്ന സമയത്ത് മറ്റു കാര്യങ്ങളുമായിട്ട് മകൾക്ക് കൂട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ശുചിമുറി ഉപയോഗിക്കാൻ പോയ സാഹചര്യത്തിൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മ അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അപ്പോ ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് വിദഗ്ധ ചികിത്സ കിട്ടേണ്ട ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജ്, അതുപോലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ വാസവൻ, ഇവരൊക്കെ തന്നെ എത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ നാട്ടിലെ നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിവുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ മടുപ്പ് തോന്നിക്കുന്ന, നമുക്കൊക്കെ തന്നെ വളരെ അപമാനകരമായിട്ടുള്ള എത്രമാത്രം പ്രസ്താവനകളാണ് ഈ രണ്ട് മന്ത്രിമാരുടെ ഭാഗത്തുണ്ടായത്. മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്താതെ പോയതിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആ രണ്ട് വകുപ്പ് മന്ത്രിമാർക്ക് തന്നെയാണ്. കാരണം അവർ പറഞ്ഞു ആ കെട്ടിടത്തിനുള്ളിൽ ആരും പെട്ടിട്ടില്ല. ഞങ്ങളെ പോലുള്ള സാധാരണക്കാരല്ല പറഞ്ഞത്, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഒന്നുമല്ല പറഞ്ഞത്. വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉൾപ്പെടെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ് ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും ഇല്ല, മനുഷ്യരാരും തന്നെ ഇല്ല എന്ന് പ്രസ്താവന ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം മണിക്കൂറുകളോളം വൈകി ആ സ്ത്രീ മരണത്തിലേക്ക് നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മന്ത്രിമാർക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും മുഖ്യമന്ത്രിക്കുമൊക്കെ അത് കേവലം ഒരു ബിന്ദു മാത്രമാണ്. പക്ഷേ ആ ശ്രീമതി ബിന്ദുവിന്റെ കുടുംബക്കാരോട് ചോദിച്ചു നോക്കണം, അവരുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്കണം, മക്കളോട് ചോദിച്ചു നോക്കണം എത്രമാത്രം കഠിനമായിട്ടുള്ള വേദനയോട് കൂടിയിട്ടാണ് ആ കുടുംബം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എത്ര കാശ് കൊടുത്താലാണ് അവരുടെ കുടുംബത്തിന് നഷ്ടം നമുക്ക് നികത്താനായിട്ട് കഴിയുക? ഒരു മനുഷ്യന് പകരം വെക്കാൻ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ കൊടുത്താൽ ആ നഷ്ടം നികത്താൻ നമുക്ക് കഴിയുമോ? ഒരു എറുമ്പിന് പോലും ജീവൻ കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും, അത് മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ. അപ്പൊ നമ്മുടെ അനാസ്ഥ കൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ, ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന നമ്മുടെ സമൂഹത്തിൽ ആഞ്ഞടിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ പോഷക സംഘടനകൾക്കും അതിനെതിരെ നിസ്സംഗത പാലിച്ചുകൊണ്ട്, നിശബ്ദത പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിയമസഭയിൽ ചോദിച്ചു, ഈ ഉന്നത മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനും എത്ര കോടി ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഉന്നത മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് 468 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ എത്രമാത്രം കോടി ചിലവഴിച്ചിട്ടുണ്ട് എന്ന് കണക്കെടുത്തപ്പോ അതിൽ 200-ൽ താഴെ വരുന്ന കോടി രൂപ മാത്രമേ ആ വകുപ്പിന് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ പണമില്ല എന്ന് പറയുന്നത് എന്ത് അർത്ഥമാണുള്ളത്? അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് അതിന് 268 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് 100 കോടിയോളം രൂപ തന്നെ വളരെ പരിമിതമായിട്ടുള്ള ചിലവ് മാത്രമേ അത് ചിലവഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ കിട്ടുന്ന ഫണ്ട് സമയബന്ധിതമായി ഇന്നാട്ടിലെ സാധാരണക്കാരന് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുന്നതിന് വേണ്ടി, അവരുടെ ജീവന സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ കഴിയാത്ത ഒരു വകുപ്പ് മന്ത്രി, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രീമതി വീണ ജോർജ്, ഇവിടെ ഒട്ടേറെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഈ ശ്രീമതി വീണ ജോർജ് മുൻപ് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ചാനലിൽ അതിപ്രശസ്തിയായിട്ടുള്ള ഒരു അവതാരികയായിരുന്നു, ഒരു നല്ല മാധ്യമ പ്രവർത്തകയായിരുന്നു. അന്നൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഘോരഘോരം മാധ്യമത്തിന്റെ മുന്നിൽ ഇരുന്ന ആ സ്ക്രീനിലൂടെ നമ്മളൊക്കെ കണ്ടതാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രഭാഷണം നടത്തുന്ന നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് പ്രഭാഷണം നടത്തിയ അവകാശങ്ങളെ കുറിച്ച് ബോധവതിയായിരുന്ന, മൗലിക അവകാശങ്ങളെ കുറിച്ച് വാദോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ശ്രീമതി വീണ ജോർജ് ഇപ്പൊ ആ അവകാശ ബോധമൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ആ അവകാശ ബോധത്തെ പറ്റി ഒരു തരിമ്പെങ്കിലും ചിന്തയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വകുപ്പിന് അനുവദിച്ച് കിട്ടിയിരുന്ന ആ പൈസ വളരെ സമയബന്ധിതമായിട്ടും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തി അതിന് പരിഹാര മാർഗം കണ്ടെത്താനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നു. ഈ ശ്രീമതി ബിന്ദുവിന്റെ മരണത്തിൽ അവർ പറഞ്ഞത്, അതുപോലെ തന്നെ ചികിത്സാ പിഴവുകളൊക്കെ വളരെ വളരെ ക്രമാതീതമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു. അത് അവർ പറഞ്ഞ് നമ്മുടെ ഒരു ഡോക്ടർ ഹാരിസ്, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു യൂറോളജി വകുപ്പിന്റെ മേധാവിയാണ്. അപ്പൊ അദ്ദേഹം വളരെ സത്യസന്ധനായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിപ്പോവുകയാണ്, കാരണം അതിന് വേണ്ട ഉപകരണങ്ങൾ ഇവിടെ ഇല്ല. വകുപ്പിനോട് നിരന്തരം ആവശ്യപ്പെട്ടു, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ചെരുപ്പ് തേയുന്നത് വരെ നിരന്തരം കയറി ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു നടപടി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും നീതി ലഭിച്ചില്ല എന്ന് ഡോക്ടർ ഹാരിസ് പറയുകയുണ്ടായി. അപ്പൊ അതിനോട് പ്രതികരിച്ച മന്ത്രി പറഞ്ഞത്, ഇതൊരു സിസ്റ്റത്തിന്റെ അനാസ്ഥയാണ്, ഒരു സിസ്റ്റത്തിന്റെ നിസ്സംഗതയാണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്നാണ്. അപ്പൊ ഈ ശ്രീമതി വീണ ജോർജ് ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ താൻ അതിലൊന്നുമല്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും, ഞാൻ ഈ നാട്ടുകാരനെ അല്ല, ഞാൻ ഈ നാട്ടുകാരിയെ അല്ല എന്നൊക്കെ നമ്മൾ അടിയന്തരമായിട്ട് രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി? കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത്, ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയി പക്ഷെ എനിക്ക് ചികിത്സ കിട്ടിയില്ല, അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, അപ്പോഴാണ് മികച്ച ചികിത്സ കിട്ടിയത്.
ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ എല്ലാ ആളുകൾക്കും ഞങ്ങൾക്കൊന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. കാരണം ഞങ്ങൾ അഴിമതി നടത്തുന്നില്ല, ഞങ്ങൾ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്ന പോലെ നിരന്തരമായിട്ട് ഇടവേളയ്ക്കോട് ഞങ്ങൾക്കൊന്നും അമേരിക്കയിലേക്ക് പോയി വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കില്ല. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് ഈ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധം നിലനിർത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ നേരത്തെ ചാനലിലിരുന്ന് പ്രസംഗിച്ചിരുന്ന, പ്രഭാഷണം നടത്തിയിരുന്ന ആ ശ്രീമതി വീണ ജോർജ് ആ ജനാധിപത്യ ബോധം ഒരു തരിമ്പെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ആരോഗ്യവകുപ്പിന്റെ ക്രമക്കേടും അനാസ്ഥയും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അടിയന്തരമായിട്ട് രാജിക്കത്ത് കൊടുക്കണം സർക്കാരിന് എന്നുള്ളതാണ് ഈ സമരം കൊണ്ട് ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിത് ഉറക്കെ ആവശ്യപ്പെടുന്നു. ഇനിയും അത് സംഭവിച്ചില്ല എങ്കിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾക്കൊക്കെ പോകേണ്ടി വരും. പോലീസിനെ അവിടെ അണിനിരത്തി ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടോ, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചിട്ടോ, KSUകാരെയും മഹിളാ കോൺഗ്രസുകാരുടെയും നേർക്ക് ജലപീരങ്കി ഒഴുക്കിയിട്ടോ ഞങ്ങളൊന്നും തന്നെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന അടിയുറച്ച പ്രഖ്യാപനം ഇവിടെ നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ശ്രീമതി വീണ ജോർജിന്റെ അനാസ്ഥയ്ക്കെതിരെ ഞങ്ങൾ എല്ലാവരും അതിശക്തമായിട്ട് അതിനെ പ്രതികരിക്കുന്നു എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. DCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അമാഷും